ഹലോ സ്റ്റുഡൻസ്, നമുക്ക് ഒരു സാമ്പിൾ പ്രോഗ്രാമും കൂടെ ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് തിയറി പഠിച്ച് തുടങ്ങാം. അപ്പോൾ ഇതും ഈ കാണിച്ചിരിക്കുന്നതും വളരെ സിമ്പിളായിട്ടുള്ളൊരു സാമ്പിൾ പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ 3 സൈഡ്സിൻ്റെ വാല്യൂ നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കും. ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോഴുള്ള സാമ്പിൾ ഔട്ട്പുട്ട് സ്ക്രീൻ ഇവിടെ നോക്കാം. എൻ്റെ 3 സൈഡ്സ് ഓഫ് ദി ട്രയാങ്കിൾ എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ 3 ന്യൂമറിക്കൽ വാല്യൂസ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. നമ്മളിവിടെ ഒരു ഡെസിമൽ പോയിൻ്റുള്ള വാല്യൂയും 2 ഇൻറ്റീജേഴ്സാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അത് നിങ്ങൾ നോക്കേണ്ട, നമുക്ക് എല്ലാ വാല്യൂസും ഡെസിമൽ പോയിൻറ്റ്സുള്ള വാല്യൂസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു എന്ന രീതിയിലായിരിക്കണം നമ്മൾ പ്രോഗ്രാം എഴുതേണ്ടത്. അതായത് ഈ 3 ഇൻപുട്ട് വാല്യൂസും ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള വാല്യൂ എന്ന രീതിയിലായിരിക്കണം നമ്മൾ പ്രോഗ്രാം എഴുതേണ്ടത്. അപ്പോൾ ആദ്യം എൻ്റെ 3 സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ 3 വാല്യൂസ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ അത് ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഈസ് എന്ന് പറഞ്ഞ് ആ ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് 2 ഡെസിമൽ പോയിൻറ്റ്സ് പ്രൊസിഷനിൽ ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാമാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ അതിൻ്റെ ലോജിക്ക് നമ്മൾ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ 2 ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പ്രോഗ്രാം എഴുതാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇതാണ് അതിൻ്റെ ബേസിക് ലോജിക്ക് എന്നൊക്കെ പറയാം. അപ്പോൾ ഈ ഇക്വേഷൻ അറിയാമെങ്കിൽ മാത്രമേ ട്രയാങ്കിളിൻ്റെ ഏരിയ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. ട്രയാങ്കിളിൻ്റെ 3 സൈഡ് തന്നാൽ അതിൻ്റെ ഏരിയ എത്രയും കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏരിയ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. ഇതിൽ എയും ബിയും സിയും ആണ് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന സൈഡ്സിൻ്റെ വാല്യൂ. എസ് എന്ന് പറയുന്ന ഈ സിമ്പിൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ്. എ പ്ലസ് ബി പ്ലസ് സി ഡിവൈഡ് ബൈ 2. അപ്പോൾ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കപ്പോഴാണ് എസ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ കിട്ടുന്നത്. അത് ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുമ്പോഴേക്കും നമുക്ക് ഏരിയ ഡയറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ അതിൻ്റെ ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നതാണ് അതിൻ്റെ ഈ പ്രോഗ്രാമിൻ്റെ അൽഗോരിതം എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ഇൻപുട്ട് 3 സൈഡ്സ് എ ബി സി എന്ന 3 സൈഡ്സിൻ്റെ വാല്യൂസ് നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നു. ആ കൊടുക്കുന്ന വാല്യൂസിൽ നിന്ന് എസിൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ ഏരിയ എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഏരിയ എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് ബ്രാക്കറ്റിൻ്റെ അകത്ത് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. അതായത് ഈ കാണുന്ന ഇക്വേഷനാണ് ഈ രൂപത്തിൽ ഞാൻ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. സ്ക്വയർ റൂട്ട് ഓഫ് എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. അപ്പോൾ ഇൻറ്റുവിന് പകരമാണ് സ്റ്റാർ എന്ന സിമ്പിളൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷനാണ് ഈ രൂപത്തിൽ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അപ്പോഴത്തേക്ക് നമ്മൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നു. എന്നിട്ട് ആ ഏരിയ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. അതാണ് 4ാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഇതാണ് അൽഗോരിതം എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഇതൊന്നും എഴുതി നോക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ മനസ്സിലുണ്ടായിരുന്നാൽ മതി. ഈ ഇക്വേഷൻ അറിയാമെങ്കിൽ അത് വെച്ച് തന്നെ നമുക്ക് പ്രോഗ്രാം എഴുതി തുടങ്ങാം. അൽഗോരിതം തന്നെ വേണമെന്നില്ല, പക്ഷേ എന്നാലും ആ അൽഗോരിതം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പ്രോഗ്രാം എഴുതാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ പ്രോഗ്രാം എഴുതപ്പം നമുക്ക് ഇതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടെത്തണമല്ലോ. ഈ വാല്യൂ ഇതിൻ്റെ എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി എന്ന് പറയുന്ന ആ ന്യൂമറിക്കൽ വാല്യൂ കണ്ടെത്തിയിട്ട് ആ വാല്യൂവിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഏരിയ കിട്ടത്തുള്ളൂ. അങ്ങനെ സ്ക്വയർ റൂട്ട് കിട്ടാനായിട്ട് സി പ്രോഗ്രാമിങ്ങിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്, SQRT എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞായിരുന്നു. SQRT എന്ന ഈ കീവേഡ് എഴുതിയിട്ട് ഈ 2 ബ്രാക്കറ്റിൻ്റെ അകത്ത് ആ ന്യൂമറിക്കൽ വാല്യൂ എത്രയെന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതി കൊടുക്കാം. ഒന്നുകിൽ ആ ന്യൂമറിക്കൽ വാല്യൂ ഇതിൻ്റെ അകത്ത് എഴുതാം, അതായത് 64 എന്നോ അല്ലെങ്കിൽ 16 എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ന്യൂമറിക്കൽ വാല്യൂ എഴുതി കൊടുക്കുകയാണെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്തിട്ട് സ്ക്വയർ റൂട്ട് എത്രയാണെന്ന് വെച്ചാൽ വാല്യൂ നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടും. ഒന്നുകിൽ ന്യൂമറിക്കൽ വാല്യൂ ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യാം, അതല്ല എങ്കിൽ ഈ ഇക്വേഷൻ തന്നെ ഈ കാണുന്ന ഇക്വേഷൻ തന്നെ എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി എന്ന ഇക്വേഷൻ തന്നെ ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് എഴുതി കൊടുക്കാം. അപ്പോൾ ആ ഇക്വേഷൻ എക്സിക്യൂട്ട് ചെയ്തിട്ട് കിട്ടുന്ന ന്യൂമറിക്കൽ വാല്യൂ എന്താണോ അതിൻ്റെ സ്ക്വയർ റൂട്ട് ആയിരിക്കും ഈ ഫംഗ്ഷൻ്റെ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് സ്ക്വയർ റൂട്ട് കണ്ടെത്താം. അപ്പോൾ ഇങ്ങനൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യണമെങ്കിൽ math.h എന്ന ഹെഡർ ഫയലും കൂടെ നമ്മൾ പ്രോഗ്രാമിൽ ആഡ് ചെയ്യുന്നുണ്ട്. കാരണം ഈ SQRT എന്ന് പറയുന്ന ഈ ഫംഗ്ഷനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് math.h എന്ന ഹെഡർ ഫയലിലാണ് മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഹെഡർ ഫയലും കൂടെ പ്രോഗ്രാമിൽ ആഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ മാത്രമേ SQRT എന്ന് പറയുന്ന ഫംഗ്ഷനെ റെക്കഗ്നൈസ് ചെയ്യാനൊക്കത്തുള്ളൂ. അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എറർ കാണിക്കും. എന്താണ് SQRT എന്ന് മനസ്സിലായില്ല എന്നുള്ള എറർ ആയിരിക്കും കമ്പ്യൂട്ടർ തരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വേർഡിൻ്റെ മീനിങ് എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ math.h എന്ന ഹെഡർ ഫയലും കൂടെ ആദ്യമേ ആഡ് ചെയ്യണം. ഈ ഹാഷ് ഇൻക്ലൂഡ് stdio.h എന്നതിൻ്റെ കൂടെ അടുത്ത ലൈനായിട്ട് math.h എന്ന ഹെഡർ ഫയലും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ട് വേണം ഈ ഫംഗ്ഷൻ നമ്മൾ പ്രോഗ്രാമിൽ യൂസ് ചെയ്യാൻ. എന്നാലേ നമുക്ക് ആൻസർ കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ എറർ കാണിക്കും. അപ്പോൾ അതിൻ്റെ പ്രോഗ്രാമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ കാണിച്ചതെന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രോഗ്രാമാണ്. അപ്പം ഇതും നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം ഹാഷ് ഇൻക്ലൂഡ് studio.h എന്ന് എഴുതി, എന്നിട്ട് അടുത്ത ലൈനായിട്ട് ഹാഷ് ഇൻക്ലൂഡ് math.h എന്ന് എഴുതി. രണ്ടാമത്തെ ഈ ഒരു ഹെഡർ ഫയലും കൂടെ നമ്മൾ നിർബന്ധമായിട്ട് ഇതിൽ ആഡ് ചെയ്യണം. കാരണം ഇവിടെ SQRT എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് റെക്കഗ്നൈസ് ചെയ്യണമെങ്കിൽ math.h എന്ന ഹെഡർ ഫയൽ നമ്മൾ യൂസ് ചെയ്യണം. ഇനി അടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ ഡിസ്ക്രിപ്ഷനുള്ള. ഇത് ഓപ്ഷൻ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് പറഞ്ഞു, വെറുതെ ടീച്ചർമാരെ ഷോ കാണിക്കാൻ വേണ്ടിയുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് പറഞ്ഞു. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണോ അത് തന്നെ നമുക്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനായിട്ട് കൊടുക്കാം. ഇവിടെ /സ്റ്റാർ എന്ന് ഇവിടെ /സ്റ്റാർ എന്ന് എഴുതി //
സ്ലാഷ് സ്റ്റാർ എന്ന് എഴുതി സി പ്രോഗ്രാം ടു ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ വെൻ 3 സൈഡ്സ് ആർ ഗിവൺ എന്നിട്ട് സ്റ്റാർ സ്ലാഷ് എന്ന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഡിസ്ക്രിപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ എഴുതി കാണിക്കുന്നു. ഇത് ഓപ്ഷണലാണ്, നിർബന്ധമല്ല, എന്നാലും നമ്മൾ സാധാരണ എഴുതും, എല്ലാ പ്രോഗ്രാമും നമ്മൾ എഴുതും. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഇൻഡ് മെയിൻ എന്ന് പറഞ്ഞ് ഇൻഡ് മെയിൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, 2 ബ്രാക്കറ്റ് ഇട്ടു. അത് കഴിഞ്ഞിട്ട് കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ബ്രേസസ് എന്ന് പറയുന്ന കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇനി ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വേരിയബിൾസ്, നമ്മൾ ഈ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്ന വേരിയബിൾസ് നമ്മൾ ഡിക്ലെയർ ചെയ്യുക എന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഏറ്റവും ആദ്യം എഴുതുന്നത്. അപ്പോൾ ഇവിടെ ഏതൊക്കെ വേരിയബിൾസ് വേണം, നമ്മൾ 3 വാല്യൂസാണ് ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ 3 വാല്യൂസ് സ്റ്റോർ ചെയ്യാനായിട്ട് 3 വേരിയബിൾസ് വേണം. അപ്പോൾ അതെല്ലാം ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള ഡെസിമൽ പോയിന്റ്സ് ഉള്ള വാല്യൂസ് സ്റ്റോർ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ നമ്മൾ ഇൻറ്റീജർ മാത്രമേ ടൈപ്പ് ചെയ്തോളൂ, സാമ്പിളായിട്ട് ഇൻറ്റീജർ മാത്രമേ ടൈപ്പ് ചെയ്തോളൂ, എങ്കിലും ഡെസിമൽ പോയിന്റ്സ് ഉള്ള വാല്യൂസ് എൻട്രി ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഈ 3 വേരിയബിൾസും ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിൾസ് ആയിട്ടാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. പിന്നെ ഈ ഏരിയ എത്ര ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഇവിടെ ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് ആ കിട്ടുന്ന വാല്യൂവിനെ ഏരിയ എന്ന് പറയുന്ന വേരിയബിളിലോട്ട് നമുക്ക് സ്റ്റോർ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഏരിയ എന്ന് പറയുന്ന ഒരു വേരിയബിളും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എസ് എന്ന് പറയുന്ന ഒരു വേരിയബിളും ക്രിയേറ്റ് ചെയ്താലല്ലേ ഈ a+b+c/2 എന്നതിൻ്റെ ആൻസർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എസ്സിലോട്ട് സ്റ്റോർ ചെയ്യാനൊക്കത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി എസ് എന്ന് പറയുന്ന ഒരു വേരിയബിളും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, ഒന്നും ഇൻറ്റീജർ അല്ല, എല്ലാം ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അത് എൻ്റെ ആദ്യം പ്രിൻ്റ് ഓഫ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് എൻ്റർ 3 സൈഡ്സ് ഓഫ് ദി ട്രയാങ്കിൾ എന്ന ഔട്ട്പുട്ട് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യണം. അതിനുവേണ്ടി പ്രിൻ്റ് ഓഫ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ബ്രാക്കറ്റ് ഇട്ട് ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് എൻ്റർ ദി 3 സൈഡ്സ് ഓഫ് ദി ട്രയാങ്കിൾ എന്ന് എഴുതി. എന്നിട്ട് ഈ ഡബിൾ കോട്ട്സ് ഇട്ട് ക്ലോസ് ചെയ്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് സെമികോളൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അപ്പോൾ അങ്ങനെ പ്രിൻ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതി. അപ്പോൾ ആ സമയത്തായിരിക്കും നമ്മൾ 3 വാല്യൂസ് ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ 3 വാല്യൂസിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സ്കാൻഎഫ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്കാൻഎഫ് എന്ന് എഴുതി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് പെർസെൻറ്റേജ് ഓഫ് എന്ന് എഴുതി. അതായത് 3 ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിൾസ് ആണ് ഇൻപുട്ടായിട്ട് അക്സെപ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി പെർസെൻറ്റേജ് ഓഫ് 3 തവണ ഇട്ടു. അപ്പോൾ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന വാല്യൂ കറസ്പോണ്ടിങ് ആയിട്ട് എ എന്നും ബി എന്നും സി എന്നും പറയുന്ന വേരിയബിളിലോട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അതേ ഓർഡറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ആൻഡിൻ്റെ സിമ്പിൾ വിട്ടുപോകരുത്, ആൻഡിൻ്റെ സിമ്പിളും കൂടി ചേർത്താണ് നമ്മൾ സ്കാൻഎഫിൽ വേരിയബിൾസ് എഴുതുന്നത്. അങ്ങനെ ആൻഡ് എ കോമ ആൻഡ് ബി കോമ ആൻഡ് സി എന്ന് എഴുതി. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു സെമികോളൻ ഇട്ടു. ഇനി അടുത്തതാണ് നമ്മൾ എസിൻ്റെ വാല്യൂ കണ്ടെത്തുന്നത്. ഇത് മാത്തമാറ്റിക്കൽ സ്റ്റെപ്പ്, ഡയറക്റ്റായിട്ട് എസിൻ്റെ വാല്യൂ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. a+b+c / 2 ഇവിടെ ബ്രാക്കറ്റ് മറന്നു പോകരുത്, ആദ്യം ബ്രാക്കറ്റ് ഇട്ടിട്ടാണ് a+b+c എന്ന് എഴുതി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. എന്നിട്ട് /2 ഈ സ്ലാഷ് എന്ന് കൊടുത്താൽ ഡിവൈഡ് എന്നതിൻ്റെ അർത്ഥമാണ്. നിങ്ങൾ /2 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു പോർഷൻ, അതായത് ഈ ഈക്വൽ ടുവിൻ്റെ റൈറ്റ് സൈഡിൽ വരുന്ന എക്സ്പ്രഷൻ എക്സിക്യൂട്ട് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ കണ്ടെത്തും. ആ കിട്ടുന്ന ആൻസറിനെ എസ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. ഇനി അടുത്തതാണ് ഇത് വെച്ചിട്ട് സ്ക്വയർ റൂട്ട് കണ്ടെത്തുന്നത്. ഏരിയ =SQRT ആ ഫംഗ്ഷൻ എഴുതി, SQRT എന്ന ഫംഗ്ഷൻ എഴുതി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ആ ഇക്വേഷൻ തന്നെ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. s × s - a × s - b × s - c എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഏരിയ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ആദ്യമേ എഴുതത്തില്ല, ആദ്യം എസിൻ്റെ വാല്യൂ കണ്ടെത്തണം, എന്നിട്ട് മാത്രമേ ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനൊക്കത്തുള്ളൂ. അപ്പോൾ ഏരിയ =SQRT എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ആദ്യമേ കയറി എഴുതി കളയരുത്. ആദ്യം s × a+b+c/2 എന്ന സ്റ്റേറ്റ്മെൻറ്റ് വേണം ആദ്യം എക്സിക്യൂട്ട് ചെയ്യാൻ. അപ്പോൾ അതിൽ നിന്ന് എസ് കണ്ടെത്തിയിട്ട് ആ വാല്യൂവിന് വേണം ഇവിടെ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതി SQRT എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എഴുതിയിട്ട് ബ്രാക്കറ്റിൻ്റെ അകത്ത് ഇവിടെ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ഇവിടെ ബ്രാക്കറ്റ് എല്ലാം കഴിഞ്ഞിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് SQRT എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ സിൻറ്റാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 ബ്രാക്കറ്റിൻ്റെ അകത്ത് ഈ ബ്രാക്കറ്റിനും ഈ ബ്രാക്കറ്റിൻ്റെയും ഇടയ്ക്കാണ് ഇത്രയും വലിയ ഇക്വേഷൻ എഴുതിയിരിക്കുന്നത്. s × s - a × s - b × s - c എന്ന ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഈ കാണുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഏരിയ =SQRT എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പം ഈ ഈക്വൽ ടു സിമ്പിളിൻ്റെ റൈറ്റ് സൈഡിൽ വരുന്ന ഈ ഒരു എക്സ്പ്രഷൻ ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ആദ്യം ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് വരുന്ന ഈ ഒരു ലെങ്തി ആയിട്ടുള്ള എക്സ്പ്രഷൻ എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് ആ കിട്ടുന്ന ന്യൂമറിക്കൽ വാല്യൂവിൻ്റെ സ്ക്വയർ റൂട്ട് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന വാല്യൂവിനെ ഏരിയ എന്ന് പറയുന്ന ആ വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. ഇനി അത് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചാൽ മാത്രം മതി. അതായത് ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഈസ് എന്ന് പറഞ്ഞ് ആ ഏരിയ എന്ന് പറയുന്ന വേരിയബിളിലുള്ള വാല്യൂ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. അതിനുവേണ്ടി പ്രിൻ്റ് ഓഫ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കൊടുക്കുന്നു. പ്രിൻ്റ് ഓഫ് എന്ന് എഴുതി ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഈസ് ഡബിൾ കോട്ട്സ് ഇട്ടിട്ട് ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഈസ് %.2f, അതായത് 2 ഡെസിമൽ പ്ലേസിലുള്ള വാല്യൂ ആയിട്ടാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് %.2f എന്ന് കൊടുക്കുന്നു. എന്നിട്ട് ഡബിൾ കോട്ട്സ് ഇട്ട് ക്ലോസ് ചെയ്യുന്നു, കോമ ഇടുന്നു, എന്നിട്ട് ഏരിയ എന്ന് ഇവിടെ എഴുതുന്നു. അപ്പോൾ ഈ വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ ആയിരിക്കും ഈ ടേമിൻ്റെ സ്ഥാനത്ത് ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഏരിയ എന്ന് എഴുതുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, സെമികോളൻ ഇടുന്നു, ലാസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് റിട്ടേൺ 0 സെമികോളൻ കൊടുക്കുന്നു, കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് സംഭവം കിട്ടും. അപ്പോൾ ഇതാണ് ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സ് എൻ്റർ ചെയ്ത് കൊടുത്താൽ
അതിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന സിമ്പിളായിട്ടുള്ള പ്രോഗ്രാം, വളരെ സിമ്പിളായിട്ടുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ ഈ പ്രോഗ്രാം എഴുതണമെങ്കിൽ സി പ്രോഗ്രാമിംഗ് പഠിച്ചാൽ മാത്രം പോരാ, ഈ ഒരു അൽഗോരിതം, അതായത് ഈ ഇക്വേഷനും കൂടെയൊക്കെ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ ഈ പ്രോഗ്രാം എഴുതാനൊക്കത്തുള്ളൂ. ട്രയാങ്കിളിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ അറിഞ്ഞുകൂടാ എങ്കിൽ ഒരിക്കലും നമുക്ക് ഈ പ്രോഗ്രാം എഴുതാനായിട്ട് സാധിക്കത്തില്ല. സി പ്രോഗ്രാം കോഡ് എഴുതാനൊക്കെ അറിയാമെങ്കിലും ഈ ഇക്വേഷൻ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ആൻസർ എഴുതാനായിട്ട് സാധിക്കൂ. അപ്പോൾ ഇതാണ് ഒരു വളരെ സിമ്പിളായിട്ടുള്ള സാമ്പിൾ പ്രോഗ്രാം. അടുത്ത വീഡിയോ മുതൽ നമുക്ക് തിയറി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ തിയറി സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് എന്താണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെ ഒന്നും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പം ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.